നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 13 ജൂലൈ 2025. അപ്പോൾ ഇന്ന് പൊതുജനങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ പേരിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നുണയാണ്, ശുദ്ധ കളവാണ്. നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആളുകളോടൊക്കെ വളരെ എൻ്റെ അറിവിൽ മാന്യതയും അതുപോലെ തന്നെ നല്ല സമീപനവും ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഇന്ന് 13 ജൂലൈ 2025 എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും. അതെന്താ അറിയാത്ത കാരണം എന്നല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു സംവിധാനം തന്നെയാണത്. ഇപ്പോൾ നിങ്ങളെ നട്ടെല്ല് മുറിഞ്ഞു, അല്ലെങ്കിൽ അപകടം പറ്റി, അതല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലൊരു പേടി വന്നു, അല്ലെങ്കിൽ ചില ആളുകൾക്കുണ്ട് കടുത്ത പേടി, പലതരത്തിലും പേടിക്കാൻ സാധ്യതയുണ്ട്. അത്തരക്കാരുടെ ഇടയിൽ ഞാൻ എൻ്റെ ഏത് കൈ വെച്ചിട്ടായാലും കൊണ്ട സാരില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കുക, മുന്നോട്ട് പോ എന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടും. അത് ഞാൻ ഇന്ന് വെച്ചൊന്നുമല്ല, ഒരുപാട് കാലം മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച് 4 മുതൽ തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം. 50 പൈസക്ക് കൂലിപ്പണിക്ക് ജീവിതം തുടങ്ങിയ ഒരാളാണ് ഞാൻ. 50 പൈസക്ക് എനിക്കെൻ്റെ മൂത്താപ്പാടെ 2 കുട്ടികളെയും എന്നെയും, മൂത്താപ്പാടെ 2 കുട്ടികളെന്ന് പറഞ്ഞാൽ മൂത്ത മകളാണ് മാളുമ്മ എന്നവളുടെ പേര് അന്നുണ്ടായിരുന്നു. അതിൻ്റെ താഴെയുള്ളപ്പം മരിച്ചു, മാനറ്റി. പിന്നെ എന്നെ, ഞങ്ങളെ 3 പേരെയും കൊണ്ടുപോയിട്ട് അര പൈസക്ക് ഒരു ചായയും ഒരു കടിയും. അര പൈസൻ്റെ ഒരു ചായ ഒരു കടി എന്ന് പറഞ്ഞാൽ ചായ ഏകദേശം 400 മില്ലി ഉണ്ടാവും. കടി അതുപോലെ തന്നെ 1 കിലോ ഉണ്ടാവും. ഞാൻ സുമാറൊരു കാര്യം പറഞ്ഞാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നത്, കാരണം അന്ന് നിങ്ങൾക്കറിയാം പട്ടിണിയുടെ കാലം, ഭയങ്കര പട്ടിണിയുടെ കാലം. ഞങ്ങൾക്കത് വലിയ കാര്യമാണ്. കാരണം ആ കിട്ടുന്ന ഒരു സാധനം ഇത് മാത്രമല്ല, ഏറ്റവും മികച്ച സാധനമാണ് കിട്ടുന്നത്. അള്ളാഹു എൻ്റെ മൂത്താപ്പാക്ക് ഹൈറും ബർക്കത്തും നൽകട്ടെ, ആഖിറം നന്നാകട്ടെ. ഞാൻ ഒരുപാട് തവണ അറഫയിലും മക്കയിലെ അറമ്പിലും മസ്ജിദിലെ അറമ്പിലൊക്കെ ഇരുന്നിട്ട് ഇത്തരം പേരുകളൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ പരിസരത്തുള്ള ആളുകൾ ഇതര പാർട്ടിപ്പെട്ട എന്നെ പാർട്ടിയൊന്നും നോക്കിയിട്ട് നിങ്ങൾ കളിക്കണ്ട, അതിട്ടൊന്നും ശരിയാവില്ല. ഞാനെന്ന വ്യക്തിക്ക് ഒരു പങ്കുണ്ട്. ആ പങ്ക് ഞാൻ നിങ്ങളുടെ അവിടെ തേടി വരില്ല, മനസ്സിലായോ? അവിടെ തേടി വരാത്തതിൻ്റെ ഒരു കാരണം, എനിക്ക് കർശന നിർദ്ദേശമുണ്ട്. എനിക്കും എന്നും മുകളിലെ ആളുണ്ട്. നിങ്ങളെ കാണിച്ചു തരാനോ രേഖയിരുത്താനോ എനിക്ക് പറ്റില്ല. അതിൻ്റെ മുകളിലെ ആളുടെ കർശന നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ ചട്ടക്കൂട്ട് തന്നെ എനിക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിലും വെറുതെ വന്നിട്ട് ഒന്ന് മുസാഫറ ചെയ്ത്, ഞാൻ വെറുതെ കൈ പിടിച്ചെന്ന് മുഖത്ത് ചിലപ്പോൾ തൊടും, ചിലപ്പോൾ തലയിൽ തൊടും, എവിടെയെങ്കിലും തൊട്ട് സാരില്ല എന്ന് പറഞ്ഞാൽ സാരില്ല. മരുന്ന് വേണമെങ്കിൽ മരുന്നിൻ്റെ ചിലവടക്കണം, അല്ലാതെ നടക്കില്ല. അതിൻ്റെ ചിലവ് കംപ്ലീറ്റ് അടക്കണ്ട, അത് നടക്കില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു കടയിൽ ഞാൻ രാവിലെ എവിടെയെങ്കിലും ചില്ലറ മാറാൻ എൻ്റെ ചെറുപ്പം മുതൽ തൊട്ട് പോവുകയാണെങ്കിൽ ആ കടക്കാരൻ്റെ മുന്നിൽ അവരുടെ പെട്ടിയിൽ വീകേണ്ട പൈസ പക്ഷേ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊണ്ട് കാവിൽ നിൽക്കുന്നവർ ഒരുപാട് അവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്ത് 25 പൈസ 5 പൈസ ഒരു ഇടപാടാണ് ഉണ്ടാവുക. ചിലപ്പോൾ ചില്ലറ മാറാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് പെട്ടിയിൽ വീകില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് തരാനാണ് ഉണ്ടാവുക. പക്ഷേ എൻ്റെ സാധനം വളരെ പെട്ടെന്ന് ചെയ്യാൻ, ആ പീഡിയക്കാർക്ക് ഞാനങ്ങനെ കയറുന്നതും ഇറങ്ങുന്നതും ഒരു ബഹുമാനമാണ്. ഇതെൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു സംവിധാനമാണ്. എൻ്റെ വേഷം മുഴിഞ്ഞ വേഷമാണ്. മുഴിഞ്ഞ വേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പം അറക്കും, അതാണ് സംവിധാനം. പക്ഷേ ഈ ഇതൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എന്തായിരിക്കും 1-2 ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ ഈ കാണുന്നത്. അതുപോലെ
ജാതേരിയിലെ ഒരു ചായപ്പീടികയിൽ ചായ കുടിച്ചിട്ട് ഞാൻ 7000 രൂപ അന്നത്തെ കാലത്ത് കൊടുക്കാണ്ട്. 7000 രൂപയ്ക്ക് ചായ കുടിക്കാൻ കാരണം നമുക്ക് വീടില്ല, നിവൃത്തിയില്ല, അങ്ങനെ ചെയ്യുന്നതാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിലാണ് ഞാൻ ബലങ്ങാടി ജലവൈദ്യുതിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്നെ കുറ്റം പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കേൾക്കണം, എൻ്റെ ഓർമ്മശക്തി എന്താണെന്ന്. അപ്പോൾ എൻ്റെ ഉപദേശം അനുസരിക്കാത്ത നിങ്ങൾ ഏത് പണ്ഡിതനായിട്ടും കാര്യമില്ല, ഏത് രാജാവായിട്ടും കാര്യമില്ല, എവിടെ പോയിട്ട് രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും മുട്ടുകുത്തിയിട്ട് താഴെ കടയിലേക്ക് ചാടും. ഇപ്പോൾ എന്നേറ്റത് പെരുമാറി നിങ്ങൾ നോക്കി നോക്കും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് 10,000 കോടി രൂപ നിങ്ങൾ വാങ്ങിയെന്ന് വിചാരിച്ചോളൂ. അവിടുന്നാണ് പോയാൽ നിങ്ങൾക്ക് 90,000 കോടി രൂപ കിട്ടും. അതാണ് നിൻ്റെ ഇത്. അവിടുന്നാണ് പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങളുടെ വർക്ക് ചെയ്യണം. മറ്റുള്ളവരെ കളവ് നടത്താനോ കൊലപാതകം നടത്താനോ ഭീഷണിപ്പെടുത്താനോ നിൽക്കരുത്. നിങ്ങളുടെ വഴിക്ക് പോവുക. നിങ്ങളുടെ വഴി ഏതാണോ അത് കുറച്ച് 50 പൈസ എന്നിട്ട് ഒരാളെ ഇടപാട് ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാൻ പാടില്ല. 25 പൈസ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 25 പൈസക്ക് ഇടപാട് ചെയ്യണം. കാരണം ഈ സാധനത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം വരും. അത് പരീക്ഷണമായിരിക്കും. ഈ 25 പൈസൻ്റെ ആളായിട്ട് പോയിട്ടായിരിക്കും അവിടെ പോയിട്ട് പറയാം, അയാൾ കുഴപ്പമില്ല കേട്ടോ, നല്ല മനുഷ്യനാണ്, എൻ്റെ അടുത്ത് ലാഭം കുറഞ്ഞെന്ന് പറഞ്ഞിട്ടു എനിക്ക് ആ സാധനം തന്നു. നോക്കണേ, ഇതിൽ നിങ്ങൾക്കുള്ള പാടെന്താണെന്ന് വിചാരിച്ചാൽ ഇയാൾ മറ്റൊരു ഇടപാടായിട്ട് 50 കോടി ലാഭം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരും. ഇത് വെറുതെ ഒരു കളിവാക്ക് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കമ്മ്യൂണിക്കേഷൻ, അതായത് പരസ്പര ബന്ധങ്ങൾ. നമ്മളുടെ ഒരാളുടെ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് 100 പേർക്ക് നൽകാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. നമ്മളുടെ ഒരു കിണറിൽ 4 കുടം വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെ അയൽവാസികളല്ലേ, അവർ കൊണ്ടോട്ടെ. അവരെ ഇത് കൊണ്ടുപോയിട്ട് നമുക്കെതിരെ തന്നെ അവർ പാരവെക്കാണ് ചെയ്യുക. ആവട്ടെ, മനസ്സിലായില്ലേ? ഞാൻ അവർക്ക് പാരവെക്കില്ല എന്ന് കരുതുക, ഞാൻ അവർക്ക് വെക്കുക. കാരണം അവർക്ക് നിങ്ങൾ ചെയ്ത ഗുണങ്ങൾ മറക്കുക. അങ്ങനെ മറന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിച്ചോ മറക്കും. മാത്രമല്ല, നിങ്ങളുടെ ഓരോ വഴിയും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ മലവെള്ളം പൊട്ടിയിട്ട് കടൽ പോലെ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നീന്തി പോകാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? മലവെള്ളം പൊട്ടിയിട്ട് കടൽ പോലെ വന്നിട്ട് ഒഴുകി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലെ നീന്തിയിട്ടാണ് പോകാൻ സാധിക്കും. മറിച്ച് നിങ്ങളെ അടുത്ത നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ദൈവം ഞാൻ കുടുക്കുടുങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം അപ്പം ഉണ്ടാവും. ഇത് ഞാനുണ്ടാക്കുന്നതൊന്നുമല്ല, നിങ്ങളുണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിന് വേണ്ടത് വിശാലതയാണ്. അതായത് ഞാൻ മറ്റവനക്കൊരു സഹായം ചെയ്തു, ഞാൻ കൊടുക്കപ്പെട്ടു എന്ന് കരുതരുത്. ഇത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്ത്രീകളാണ്. നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ കൊണ്ട് ലോകമുണ്ടാക്കിക്കാൻ സാധിക്കും. സ്ത്രീ ഒറ്റക്ക് നിന്നിട്ട് എന്ത് ചരിക്കാനും കിട്ടില്ല. ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് ഉദ്യോഗത്തിലുണ്ടല്ലോ. അവരുടെ ഒരു കാര്യം നടക്കാത്തതിൻ്റെ കാരണം അവർ നല്ലൊരു പുരുഷൻ്റെ കൂടെ നിന്നിട്ട് അയാളുടെ ഉപദേശം കേൾക്കാത്തതാണ്. ഉപദേശം മാത്രമല്ല, അവർ ചീത്ത പറയും, ചിലപ്പോൾ തല്ലും. ഇത് 3 അനുഭവിക്കും. അപ്പോൾ നമ്മൾ അതിന് മറ്റൊരു കാര്യം പറയാം, നിങ്ങളോട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്നലെ ഒരു പെണ്ണ് ഇക്കാര്യത്തിന് അഭിമുഖത്തിൽ വന്നിരുന്നു. നിങ്ങൾ ബസ്സുകളൊക്കെ വണ്ടികളൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് മനഃപൂർവ്വം ഞരമ്പിൻ്റെ സൂക്കടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തല്ലിട്ടാത്ത സൂക്കട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രകൃതി, ഒരു ക്ലൈമറ്റുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ പകുതി ഈ പെണ്ണിനുള്ള, ഏത് പെണ്ണാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആ പെണ്ണിനുള്ളതാണ്. അത് ഭാര്യയാവാം, ഉമ്മയാവാം, അത് ഇതിൽ ഏതെങ്കിലും ആവാം. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ചൂട് പറ്റുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇതിന് കൊച്ചിക്കാർ പറയാം ജാക്കി വെക്കുക എന്നാണ്. ജാക്കിയൊന്നും അല്ല അത്. ഇനി ജാക്കി ആവണമെങ്കിൽ ആവട്ടെ. ഇതിൻ്റെ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ വീട്ടിലുള്ള പൂവൻകോഴികളാണ്. പുലർച്ചെ 4 മണിക്ക്, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ഓരോ ദിവസവും ചെയ്യുന്നത് എങ്ങനെയാണ്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്. അപ്പോൾ കോഴി ഇങ്ങനെ ചിറകിട്ടടിച്ചിട്ട് കൊക്കൊക്കൊക്കൊന്ന് പറഞ്ഞിട്ട് ചിറകിട്ടടിച്ചിട്ട് ഇങ്ങനെ പോകും. അതിന് വികാരമുണ്ടാക്കുന്നതാണ്. ആ 2 കോഴികളുടെ ഇടയിൽ വികാരമുണ്ടാക്കുന്ന ഒരു പണിയാണ് ആ പണി. എന്നിട്ട് കുറച്ച് അങ്ങനെ അങ്ങോട്ട് പോയി ഇതിനിടയ്ക്ക്
ടക്കെന്ന് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു സെക്കൻഡ് നേരം കൊണ്ട് താഴെയാണ്. ഞാനിതിലൊക്കെ ഒരുപാട് വിക്കറ്റ്സ് കളിച്ച ഒരാളാണ്. ഒരിക്കൽ കോഴി കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിരൽ വെച്ച് കൊടുത്തു. ഒരു കുത്ത് കിട്ടിൻ്റെ മോനെ അത് 3 മാസം എനിക്ക് വേദനയായി. എൻ്റെ വിരൽ വെച്ച് കൊടുത്തിട്ട് ആ വിരലിനെ കുത്ത് കിട്ടിയിട്ട് വിരൽ കടഞ്ഞു. 3 മാസം വേദനയായി. കോഴി ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ വെച്ച് ഒരുപാട് പണികളുണ്ട്. അതുപോലെ അണ്ണാരക്കൊട്ടൻ. അപ്പം ഞാനിതൊന്ന് ചില ഭാഗങ്ങൾ കാണാൻ എനിക്കിതൊക്കെ കാണും. അതേമാതിരി ചെമ്പോത്ത്, നിങ്ങൾ കാണാത്ത ചെമ്പോത്ത് ഒരു പ്രാവശ്യം 2 കൂട്ടർ കൂടി കളിക്കുക. ഞാനിത് കണ്ടിട്ട് ചെന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ വിരല വെച്ചു. 2 കൂട്ടർ കൂടി എന്നെ കുത്തിയിട്ടാണ് പണിയാക്കി. കാരണം ഭയങ്കര ദേഷ്യം പിടിപ്പിക്കലായിരുന്നു. ഇതിൽ വെച്ച വിരലാവട്ടെ മാസക്കണക്കിൽ കടന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുത്താണ് വന്നിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സർവശക്തനായ റബ്ബ് ഞാനല്ല ഒരുപാട് കഴിവുകൾ അത് കൂട്ടം കൂടി നിൽക്കുന്ന ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടകലർന്ന് നിൽക്കുന്നത് ആ പെണ്ണുങ്ങൾക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള സമ്പത്ത് അതിലുണ്ട്. മനസ്സിലായില്ലേ? മുന്നിൽ കൂടെ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുക. പെണ്ണ് ഏതാവട്ടെ ആ പെണ്ണിനും നിങ്ങൾക്കും കാര്യത്തിൽപ്പെടും. ലൈംഗിക ബന്ധം ഉപയോഗിക്കണം എന്നല്ല ഞാനാ പറഞ്ഞത്. അത് വേറെ കാര്യം. അത് കരാർ ചെയ്തൊരിക്കേ പറ്റും. പക്ഷേ ഇതിനൊക്കെ തെറ്റായിട്ട് കാണുന്ന നിങ്ങളൊക്കെ എന്ത് വേണമെന്ന് എനിക്കറിയില്ല. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ കല്യാണം കഴിച്ച ഭാര്യമാർ, ഏത് ഭാര്യയാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടായിരിക്കട്ടെ, തനിക്കൊരു പുരുഷനുണ്ടെങ്കിൽ തന്നെ എന്തിനാ കല്യാണം കഴിച്ച് എന്നൊരു കാര്യം താൻ ഓർക്കണം. ഓർത്തിട്ട് അത് എൻ്റെ ഭാര്യ എന്ന പദവി എന്തിലാ? മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ. അതിൽ പ്രധാനം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ 1 ലൈംഗിക ബന്ധം, 2 അവൻ്റെ ഭക്ഷണം, വസ്ത്രം. ഇതിലാണ്. അപ്പോൾ അതിൽ കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹത്തിന് ഈ വക സൗകര്യം ചെയ്യൽ ബുദ്ധിപരമായ നമ്മുടെ കാര്യങ്ങൾ. കുട്ടികളെ കൊല്ലണം എന്നൊന്നും അല്ല അർത്ഥം. കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികളെ വിശപ്പടക്കണം, അതിന് മാറ്റി നിർത്തണമെങ്കിലും അത് വേറെ പറയണം. അതിന് സൗകര്യം അദ്ദേഹത്തെ ഉണ്ടാക്കണം. അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് രാപ്പാലില്ലാണ്ട് ഓടിയിട്ട് വരുന്നതാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഭൂരിഭാഗം ഇപ്പം ഞാനൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. രാപ്പാലില്ലാണ്ട് ഓടുക. ഒരു കൊല്ലം ഒരുമിച്ച് ഉറങ്ങും. 3 കൊല്ലം ഒരുമിച്ച് രാത്രിയും പകലും ഉറക്കുളച്ച് ജോലി ചെയ്യും. ഇതൊക്കെ എൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ ഭാര്യയെ മറ്റുള്ളവർ കൊന്നു നാശം ചെയ്തപ്പോൾ എൻ്റെ ഭാഗങ്ങളൊക്കെ പോയപ്പോൾ ഞാൻ തനിച്ചായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലെ മുസ്ലിം പേരുകൾ കംപ്ലീറ്റ് കളവും നുണയായിട്ട് പറഞ്ഞു നടക്കുക. അവർക്ക് അറിയാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ പരിസരത്തുള്ള രോഗം പിടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് എൻ്റെ അടുത്ത് വരണം, അല്ലെങ്കിൽ ക്ഷണിച്ച് വരുത്തണം. സ്പെഷ്യൽ സമയം ഉണ്ടാവണം. അപ്പം ഞാൻ വന്നാൽ തലയിലൊന്ന് കൈ വെക്കും, അല്ലെങ്കിൽ തോളിലൊന്ന് വെക്കും. പോട്ടെ, സാരില്ല. ഇതിൽ 4 കാര്യമുണ്ട്. പിന്നെ മരുന്നിൽ എനിക്ക് കഴിയും, അതിനും ചിലവ് നടക്കണം, അല്ലാണ്ട് അത് നടക്കില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കയറി ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ലെവൽ കിട്ടും. നിങ്ങളുടെ പേരോ കളറോ ജാതിയോ അല്ല, അതൊന്നുമല്ല. മനുഷ്യർ എനിക്ക് വേണമെങ്കിൽ പലതും പറയായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല. മനുഷ്യർ മാത്രമല്ല, കാലികൾ, 4 കാലികൾ. അത് മാത്രമല്ല ആനനെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ പരിസരത്ത് കൂടെ പോവില്ല. പക്ഷേ എൻ്റെ കൈ പതിഞ്ഞാൽ അവൻ എണിക്കും. തണ്ടൽ മുറിഞ്ഞ ആന എണിക്കും, തണ്ടൽ മുറിഞ്ഞ പോത്തെണിക്കും, തണ്ടൽ മുറിഞ്ഞ പശു എണിക്കും. കാലിൻ്റെ ഇടയിൽ പുഴുള്ള സാധനത്തിന് എൻ്റെ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ പുഴു പോയി പോകും. കൈത്തട്ടിൽ നീരുണ്ടെങ്കിൽ എൻ്റെ വിദ്യയിൽ അത് ശരിയായി കിട്ടും. ഒരു ദിവസമൊക്കെ വേണം കേട്ടോ, അല്ലാണ്ടത് കഴിയില്ല. ഒരു ദിവസമൊക്കെ വേണം, അല്ലാണ്ട് കഴിയില്ല. ഞാനൊരു തവണ മരുന്ന് വെച്ചാൽ അതൊന്ന് കയറി പിടിക്കണ്ടേ, അതിനുള്ള സമയം വരും. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നോടുള്ള വിദ്വേഷങ്ങൾ മാറ്റി വെക്കുക. നമ്മൾ എത്ര വലിയ ആളാവണമെങ്കിലും നമുക്കൊരു ഉമ്മ. ഇപ്പം മലപ്പുറം ജില്ലയിൽ ചില ആളുകൾക്ക് 2000 ഭാര്യമാരാണ്. അതൊന്നും ഇല്ലെങ്കിലും 1 2 ഇല്ലാണ്ട് സാധിക്കില്ല. അപ്പോൾ ഉമ്മ പ്രധാനമാണ്. ഉമ്മ നമ്മുടെ ദൈവമാണ്. ഉമ്മ ഏത് ഉമ്മയാണെങ്കിലും ദൈവമാണ്. ഉപ്പ ദൈവമല്ല,
ഉപ്പ ഉപദേശിയാണ്. ഉപദേശി സാധാരണ ഒരു ഉപദേശമല്ല, ഉപ്പയുടെ ചോരയാണ് ഈ കാണുന്നത്. ഉപ്പയുടെ ചോരയാണ് ഈ കാണുന്നത്. ഉപ്പ വികൃതി അടിച്ചാണ് ഈ കാണുന്നത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ബസ്സിൽ ജാക്കി വെച്ച പോലെ ജാക്കിൻ്റെ മുകളിൽ വന്നതാണ് ഞാൻ. അതിന് നിങ്ങൾക്ക് അപമാനമൊന്നുമില്ല. അഭിമാനമൊന്നുമില്ല. അത് സാരില്ല എന്ന് വെക്കണം, പോട്ടെ എന്ന് വെക്കണം. അല്ലാണ്ട് അത് കേസാക്കി അത് പത്രക്കാരുടെ ഇടയിൽ വിളിച്ചു കൊടുത്ത് അത് മോശമുണ്ടാക്കുക, നിങ്ങളെ നശിപ്പിക്കുക. ഈ പെൺകുട്ടികൾ ഇത്തരം കംപ്ലൈൻറ്റുകളൊക്കെ ഞാൻ വരുന്നത് പലതും കാണുന്നു. അത് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരല്ല, നിങ്ങളെ നശിപ്പിക്കാം. അപ്പം ഇത് ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ കരുതരുത്. ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനിവിടെ തനിച്ചാണ്. എൻ്റെ പേരക്കുട്ടികൾ പോലും എന്നെ കാണുന്നത് വെറുപ്പായിട്ടാണ് കാണുന്നത്. ഞാൻ അതിന് നിൽക്കാറുമില്ല. പക്ഷെ അവർക്കൊക്കെ ഉള്ള നല്ല പഠനമാണ് ഇന്നത്തെ എൻ്റെ ഈ പറഞ്ഞത്. അത് അവരുടെയൊക്കെ തെറ്റാണ്, കാഴ്ചപ്പാടിൽ തെറ്റാണ്. അത് അവർക്ക് തന്നെ ദോഷം ആർക്കാ വരിക, അത് അവർക്ക് തന്നെ വരിക. എന്നേറ്റ് ഇടപഴകില്ലെങ്കിൽ അവർക്ക് 100 കോടി രൂപയ്ക്ക് തുല്യമായതായിരിക്കും നഷ്ടം വരിക. നേരെ മറിച്ച് ഇതിൻ്റെ 0.5% ഞാൻ തിരിച്ചു വാങ്ങുക. ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നത് 99.5 ലാഭമാണ്. അത് ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവുക, ഉപദേശം ചെറുതായിട്ട് നിങ്ങൾ കാണണ്ട. ചില ആളുടെ തുടൽ മോശമായിട്ട് ചിന്തിക്കരുത്. ഈ തൊടുക എന്ന് പറഞ്ഞത് അനാവശ്യ ഭാഗത്ത് കൂടെ ചിന്തിക്കരുത്. എന്നാൽ അങ്ങനെയും വരും. നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകൾ ഒരു പെണ്ണിനോട് പറയണ്ടായി, വളരെ കാലം മുമ്പ്, ഒരു 10-40 കൊല്ലം 50 കൊല്ലം മുമ്പാണ്. എന്നെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ ലിംഗം പൊങ്ങി വരുന്നില്ല. എന്നാൽ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഈ സാധനം കയറുന്നില്ല, എൻ്റെ സാധനം വളരെ ചെറുതാണ്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞിട്ട്, ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടിയെങ്കിൽ നമുക്കൊരു സന്താനം ഉണ്ടാവും. ഇത് തമാശ കളിക്കുന്നൊന്നുമല്ല. അങ്ങനെ പറയണ്ട. എനിക്കതൊരു പാഠമാണ്. ഇത് തിരിച്ചുമുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങളിത് വിചാരിച്ചാൽ ഇത് 2 ഇനത്തിലും നമുക്കത് നന്നാക്കാൻ കഴിയും. അവർ ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അവരുടെ കുറവ് അവരെ എനിക്ക് കാണിച്ചു തരണം. അവരുടെ അശീലങ്ങൾ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് വെളിപ്പെടുത്താനൊന്നും അല്ല ഈ സാധനം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. എനിക്കതിൻ്റെ ഗുണദോഷങ്ങൾ പഠിച്ചു വെച്ചെങ്കിൽ തന്നെ അടുത്ത ഒന്നും അത് പ്രയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് തന്നെ മാറ്റം വരുത്തിട്ട് ഇത് പഠിക്കാനുണ്ട് ഈ സാധനം. ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. അവരൊരു വിഷമമാണ് അവരാ പറയുന്നത്. വീടില്ലാത്തവൻ്റെ വിഷമം, പട്ടിണി കിടക്കുന്നവൻ്റെ വിഷമം, ഭാര്യ ഇല്ലാത്തവൻ്റെ വിഷമം, ഉള്ള ഭാര്യ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ പറ്റാത്തതിൻ്റെ വിഷമം. ഇങ്ങനെ അനേകായിരം വിഷമങ്ങളിൽ അതിജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് മോശത്തിലുണ്ടാവുക. നിങ്ങളൊന്ന് ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. പകരം നല്ല സുന്ദരമായിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പകൽ നിങ്ങളുടെ വീട്ടുപണിക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ കഴുത്തിൽ കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ താഴത്ത് കയറി തോർത്ത് കൊണ്ട് തൂക്കിയിടണ മാതിരി തൂക്കിയിട്ട് 2 പുറത്തും കെട്ടുക ബാക്കിലേക്ക്. എന്നാൽ ഈ അഴുക്കൊക്കെ നിങ്ങളുടെ മേലിൽ വരാതിരിക്കും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഭർത്താവ് വരുന്ന സമയത്ത് ഈ സാധനം ഊരിയിട്ട് പുറത്ത് വെച്ചാൽ നിങ്ങൾ നല്ല ഫ്രഷായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അത് ആരെ പറഞ്ഞു എന്ത് ആയി അവനെ പ്രതിയാക്കുക എന്നൊന്നും ധരിക്കരുത്. നിങ്ങൾ ആദ്യം മനസ്സിൻ്റെ വിശാലത കാണും. മനസ്സിലായില്ലേ? എനിക്കൊരുപാട് പഠനങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പറയുന്നുണ്ട്, കുറച്ചൊന്നുമല്ല. ഒരു 2 തെങ്ങ് തൈ പന്നി അടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഞാൻ നോക്കിയിട്ട് നോക്കുമ്പോൾ മണ്ണ് ചാക്കിൽ വെച്ച് കെട്ടിയിട്ട് അത് 2ാം വരി അതിജീവിച്ച് ആ തൈ നല്ല കണ്ടീഷനായിട്ട് നിൽക്കണം. ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. മറ്റുള്ളവനെ മോശമായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്ന് ഇടകലർന്ന് നിന്നു അല്ലെങ്കിൽ നിങ്ങളെന്ന് തൊട്ടു എന്നതുകൊണ്ട് ഒന്നും വരില്ല. ഒന്ന് ചാരി നിന്നാൽ നിങ്ങൾക്കും കൂടി ഗുണം കിട്ടും. അസ്സലാമു അലൈക്കും.